നമ്മൾ കുറച്ച് നാൾ മുമ്പേ ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ടവരുടെ ID കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ രണ്ടുപേരെ നമ്മൾ തിരിച്ചറിഞ്ഞ് കോൺടാക്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ ഒരാൾ ബാംഗ്ലൂരുള്ളതാണ്, ഒരാൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള. അപ്പോൾ നമ്മൾ ഈ കണ്ടുപിടിച്ചതിൽ അത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായെന്ന്. നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരുള്ള ആളെ. പുള്ളിക്കാരി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഒരു ലേഡിയാണ്. പിന്നെ എന്താ പറയുക, നാട്ടിലുള്ള ആൾ നോക്കട്ടെ, കുറച്ചുകൂടെ ഒന്ന് നോക്കട്ടെ. നമ്മൾ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അങ്ങനെ നെഗറ്റീവ് ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ കണ്ടുപിടിച്ചതിൽ വിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു മെയിൽ ID യിൽ തന്നെ യൂട്യൂബിൽ 2 ചാനലൊക്കെ എടുത്തിട്ടാണ്. ചാനൽ എടുക്കുകയാണോ അതോ 2 പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതാണോ എന്നറിയില്ല. അപ്പോൾ ഒരു മെയിൽ ID തന്നെ 2 പേരിലൊക്കെയാണ് ഓരോരുത്തർ ഇതെടുത്തേക്കുന്നത്. അതെനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ജോലി എനിക്കൊന്ന് യൂട്യൂബുകാർ വരെ ഇരുത്തിയിരിക്കുകയായിരിക്കും ഈ നെഗറ്റീവ് കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട്. നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടായിരിക്കും ഇവരിങ്ങനെ സമ്പാദിക്കുന്നത്. അതായിരിക്കും ഒരു മെയിൽ ID തന്നെ 2 എണ്ണമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കമൻറ്റ് വരുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു കമൻറ്റ് ഇങ്ങനെ വന്നതിന് ശേഷം അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അടുത്തൊരു കമൻറ്റ് പെട്ടെന്ന് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഇതിന് വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് ഞാൻ അന്ന് ചിന്തിച്ചായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ ഗുഡൻസ് എനിക്ക് മനസ്സിലായത്. എന്തായാലും കൊള്ളാം, നന്നായി. നമുക്കെന്തായാലും മെയിൽ ID യും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നിയമപരമായിട്ട് നമ്മൾ എന്തായാലും പോവും, അതെന്തായാലും ഉറപ്പാണ്. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടുപിടിച്ചിട്ട് എന്തായിരുന്നു. കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഒരാളാണെങ്കിൽ എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അത് വിവരം അറിഞ്ഞിട്ടായിരിക്കും, എന്തോ അറിയില്ല. ഒരാൾ നമ്മുടെ നാട്ടിലുള്ള തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ